വെൽക്കം ബാക്ക് എവരി വൺ. മെഷീൻ ലേണിംഗ് സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. മെഷീൻ ലേണിംഗിലെ ഡിഫറെൻറ്റ് കൺസെപ്റ്റുകളായ ബ്ലാക്ക് ബോക്സ്, ഫീച്ചേഴ്സ് ആൻഡ് ലേബിൾസ് എന്നിവയെക്കുറിച്ചാണ് ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ ട്രെയിനിങ് എ മോഡൽ, ട്രെയിനിങ് ഡേറ്റാ സെറ്റ്സ്, ഇൻഫറൻസ് എന്നിവയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തേതാണ് മോഡൽ ട്രെയിനിങ്. മെഷീൻ ലേണിംഗിൽ ട്രെയിനിങ് എ മോഡൽ എന്ന് റെഫർ ചെയ്യുന്നത് മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിനെ അല്ലെങ്കിൽ മോഡലിനെ ഡേറ്റാ സെറ്റിൽ നിന്നും പാറ്റേൺസ് തിരിച്ചറിയുവാൻ അവയെ ടീച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതായത് ഒരു വലിയ ഡേറ്റാ സെറ്റിൽ നിന്നും ഇൻപുട്ട് ഫീച്ചേഴ്സും അതിൻ്റെ ഔട്ട്കമും അടങ്ങിയ ഒരു വലിയ ഡേറ്റാ സെറ്റിൽ നിന്നും മോഡലിനെ ട്രെയിൻ ചെയ്യിക്കുകയും ആ ഡേറ്റാ സെറ്റിൽ നിന്നും മോഡൽസ് പാറ്റേൺസ് ലേൺ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മോഡൽ ട്രെയിനിങ്. സോ ബേസിക്കലി വി ആർ ട്രെയിനിങ് ദ മോഡൽ വിത്ത് ട്രെയിനിങ് ഡേറ്റാ സെറ്റ്സ്. ഇത് മനസ്സിലാക്കുന്നതിന് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കാം. ഒരു ചെറിയ കുട്ടിയെ എങ്ങനെയാണോ പുതിയ നോളജ് ടീച്ച് ചെയ്യുന്നത് അതുപോലെയാണ് മോഡൽ ട്രെയിനിങ്ങും. ഫോർ എക്സാമ്പിൾ, ഡിഫറെൻറ്റ് അനിമൽസിനെ കുറിച്ച് ഒരു ചെറിയ കുട്ടിയെ ടീച്ച് ചെയ്യുന്ന ഒരു സെനാരിയോ എടുക്കാം. ഇവിടെ അനിമൽസിൻ്റെ ഡിഫറെൻറ്റ് ഇമേജസ് കുട്ടിയെ കാണിക്കുകയും ഓരോ ഇമേജും ഏത് അനിമലാണെന്ന് കുട്ടിയെ ടീച്ച് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് ഇമേജസ് യൂസ് ചെയ്ത് കുട്ടിയെ ടീച്ച് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടി ഇതുവരെ കാണാത്ത ഒരു ഇമേജ് അല്ലെങ്കിൽ ടീച്ച് ചെയ്യാൻ യൂസ് ചെയ്യാത്ത ഒരു പുതിയ ഇമേജ് കുട്ടിയെ കാണിച്ചാലും കുട്ടിക്ക് അത് ഏത് അനിമലാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇതിന് കാരണം ഒരുപാട് ഇമേജസ് യൂസ് ചെയ്ത് കുട്ടിയെ ടീച്ച് ചെയ്യുമ്പോൾ കുട്ടിയുടെ ബ്രെയിനിൽ ഒരു പാറ്റേൺ ക്രിയേറ്റ് ആകുന്നു. സോ ദാറ്റ് ഹി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓർ ഐഡൻറ്റിഫൈ ദി അനിമൽ ഫ്രം ദി ന്യൂ ഇമേജ്. സോ ഇതുപോലെയാണ് മോഡൽ ട്രെയിനിങ്. ഇവിടെ ട്രെയിനിങ് ഡേറ്റാ സെറ്റ് യൂസ് ചെയ്ത് മോഡലിനെ ട്രെയിൻ ചെയ്യിക്കുന്നു. ട്രെയിനിങ് ഡേറ്റാ സെറ്റ് എന്ന് പറയുന്നത് ഫീച്ചേഴ്സും അതിന് കറസ്പോണ്ടിങ് ലേബിൾസും ചേർന്നതാണ്. മീൻസ് ലേബിൾഡ് എക്സാമ്പിൾസ്. ഫീച്ചേഴ്സ് ആൻഡ് ലേബിൾസ് ഇവ തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ പാറ്റേൺ എന്താണ് എന്നുള്ളത് മോഡൽ ലേൺ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മോഡൽ ട്രെയിനിങ്. ഈ ഒരു പാറ്റേൺ ലേൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മോഡലിനെ ട്രെയിൻഡ് മോഡൽ എന്നാണ് റെഫർ ചെയ്യുന്നത്. ഈ ഒരു ട്രെയിൻഡ് മോഡൽ യൂസ് ചെയ്തുകൊണ്ട് ഒരു അൺസീൻ ഡേറ്റ അല്ലെങ്കിൽ ഒരു പുതിയ ഡേറ്റ ഇൻപുട്ടായി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് കൃത്യമായി ആ മോഡലിന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കണം. ബേസിക്കലി മെഷീൻ ലേണിംഗിൽ മോഡൽ പ്രോസസ്സ് ചെയ്യുമ്പോൾ അത് രണ്ട് ഫേസസ് ആണ് ഉള്ളത്. ട്രെയിനിങ് ഫേസ്, ഇൻഫറൻസ് ഫേസ്. ഇതിൽ ട്രെയിനിങ് ഫേസ് എന്ന് പറയുന്നത് മോഡലിനെ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു ഫേസ് ആണ്. ഇൻഫറൻസ് ഫേസ് എന്നത് ട്രെയിനിങ് കംപ്ലീറ്റ് ആയ മോഡലിനെ യൂസ് ചെയ്തുകൊണ്ട് പുതിയ ഡേറ്റയിൽ നിന്നും, അതായത് ന്യൂ ആൻഡ് അൺസീൻ ഡേറ്റയിൽ നിന്നും പ്രഡിക്ഷൻ നടത്തുന്ന പ്രോസസ്സാണ്. അതായത് പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിൽ യൂസ് ചെയ്യുന്ന മോഡൽ. സോ ട്രെയിൻഡ് മോഡൽ യൂസ് ചെയ്തുകൊണ്ട് പുതിയ ഡേറ്റയിൽ നിന്നും പ്രഡിക്ഷൻസ് നടത്തുന്ന ഫേസ് ആണ് ഇൻഫറൻസ് ഫേസ്. ഈ രണ്ട് ഫേസും മനസ്സിലാക്കുന്നതിന് ഒരു എക്സാമ്പിൾ നോക്കാം. ഇൻപുട്ട് ഇമേജിൽ നിന്നും ഹ്യൂമൻ ഫേസസ് ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു മോഡൽ ബിൽഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നോക്കാം. ഇതിനു വേണ്ടി ലാർജ് ഡേറ്റാ സെറ്റ്സ് യൂസ് ചെയ്ത് മോഡലിനെ ട്രെയിൻ ചെയ്യിക്കുന്നു. ഇവിടെ ഡേറ്റാ സെറ്റ്സായി യൂസ് ചെയ്യുന്നത് ഇമേജസ് ആണ്. മില്യൺസ് ഓഫ് ഇമേജസ് അല്ലെങ്കിൽ ട്രില്യൺസ് ഓഫ് ഇമേജസ് യൂസ് ചെയ്ത് മോഡലിനെ ട്രെയിൻ ചെയ്യിക്കുന്നു. ഹ്യൂമൻ ഫേസസ് ഉള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് ഇമേജസ് യൂസ് ചെയ്ത് മോഡലിനെ ട്രെയിൻ ചെയ്യിക്കുന്നു. വൺസ് ട്രെയിനിങ് കംപ്ലീറ്റ് ആയാൽ ട്രെയിൻഡ് മോഡൽ യൂസ് ചെയ്ത് ന്യൂ ഇമേജിൽ നിന്നും, അതായത് പുതിയ ഇമേജിൽ നിന്നും ഒബ്ജക്റ്റ് ഡിക്റ്റേറ്റ് ചെയ്യുന്നു. ഇവിടെ ഹ്യൂമൻ ഫേസസ് ആണ് ഒബ്ജക്ട്സ്, അതായത് ഹ്യൂമൻ ഫേസസ് ഡിക്റ്റേറ്റ് ചെയ്യും. മൊബൈൽ ഡിവൈസിൽ ഫേസ് ഡിക്റ്റേറ്റ് ചെയ്യുന്ന പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതിൻ്റെ ബാക്ക് എൻഡിൽ ഇങ്ങനെ ആൾറെഡി ട്രെയിൻ ചെയ്യിച്ച മോഡൽസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ട്രെയിൻ ചെയ്യിച്ച മോഡലിൽ നിന്നും പുതിയ ഒബ്ജക്റ്റ്, അതായത് ഫേസസ് ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സാണ് ഇൻഫറൻസ് ഫേസ്. മോഡൽ ട്രെയിനിങ്, ട്രെയിനിങ് ഡേറ്റാ സെറ്റ്സ്, ഇൻഫറൻസ് എന്നിവയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അണ്ടർ ഫിറ്റിംഗ്, ബെറ്റർ ഫിറ്റിംഗ്, ഓവർ ഫിറ്റിംഗ് എന്നിവയെക്കുറിച്ച് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. So that's all about today's video. If this video is helpful, please consider to support the channel. Thank you for watching and see you in the next video.